ഹായ് ഓൾ. പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടം കൂടി വരുന്ന ഒരു ടോപ്പിക്കാണ് പോക്സോ ആക്ട് 2012. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോക്സോ ആക്ടിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ്. ഈ വീഡിയോ വഴി നിങ്ങളുടെ മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ ഒക്കെ തന്നെ പോക്സോയെ പറ്റിയുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട്. വീഡിയോയുടെ ഒപ്പം തന്നെ പഠിച്ചു പൊക്കോളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പോക്സോ ആക്ട് അഥവാ പോക്സോ നിയമം. പോക്സോ ആക്ട് പ്രസിഡന്റ് അംഗീകരിച്ചത് 2012 ജൂൺ 19-നാണ്. ഇന്ത്യയിൽ ആക്ട് നിലവിൽ വന്നത് 2012 നവംബർ 14-ലാണ്. ഈ നവംബർ 14 എന്നുള്ളത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അതായത് നവംബർ 14 ശിശുദിനമാണല്ലോ. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 നവംബർ 14 എന്ന കോഡ് വെച്ചിട്ട് ഓർത്തിരിക്കാവുന്നതാണ്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം, ലൈംഗിക പീഡനം, അശ്ലീലം എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പോക്സോ എന്നതിൻ്റെ ഫുൾ ഫോം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ്. ഇതിൽ ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ വ്യത്യാസമില്ല. ലിംഗഭേദമില്ലാതെയാണ് കുട്ടി എന്ന് പറയുന്നത്. പോക്സോ നിയമത്തിലെ മുഴുവൻ അധ്യായങ്ങളുടെ എണ്ണം 9, മുഴുവൻ വകുപ്പുകളുടെ എണ്ണം 46. പ്രത്യേക കോടതി സ്ഥാപിക്കാൻ കൂടി നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പോക്സോ നിയമം നിലവിൽ വന്നത് 2012-ലാണ്. ഇന്ത്യയിൽ പോക്സോ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടത് 2019-ലാണ്. രാജ്യസഭയിൽ ഭേദഗതി അവതരിപ്പിച്ചത് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ സ്മൃതി ഇറാനിയാണ്. രാജ്യസഭയിൽ പാസാക്കിയത് 2019 ജൂലൈ 24-ന്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് സഹമന്ത്രിയായ വീരേന്ദ്ര കുമാർ ആണ്. ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1-നാണ്. ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5-നും ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമാണ്. 2019 ഭേദഗതിയിലൂടെയാണ് വധശിക്ഷ ഉൾപ്പെടുത്തിയത്. 2019 ഭേദഗതി നിയമപ്രകാരം എത്ര വകുപ്പുകളാണ് ഭേദഗതി വരുത്തിയത്? 10. 2, 4, 5, 6, 9, 14, 15, 34, 42, 45 എന്നീ വകുപ്പുകളാണ് ഭേദഗതി വരുത്തിയത്. പോക്സോ കേസിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കൽ, പ്രകൃതി വിരുദ്ധ പീഡനം, ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കുക, കുട്ടികളോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുക, ലൈംഗിക ആംഗ്യം കാണിക്കുക, കുട്ടികളുടെ നഗ്നചിത്രം പ്രദർശിപ്പിക്കുക, പ്രചരിപ്പിക്കുക, കാണുക, സൂക്ഷിക്കുക. പോക്സോ കേസിലെ കുറ്റവിചാരണ എത്ര കാലയളവിനുള്ളിൽ പൂർത്തിയാക്കണം? 1 വർഷം. ഇരയായ കുട്ടിയുടെ മൊഴി എത്ര ദിവസത്തിനകം രേഖപ്പെടുത്തണം? 30 ദിവസം. പോക്സോ കേസ് വിചാരണ ചെയ്യുന്ന കോടതി ജില്ലാ ജഡ്ജി അധ്യക്ഷനായ പ്രത്യേക പോക്സോ കോടതി. പോക്സോ സംബന്ധിച്ച കേസുകളുടെ ടോൾ ഫ്രീ നമ്പറാണ് 1098. ഇത് തന്നെയാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറും. ഇതെങ്ങനെ ഓർത്തിരിക്കാം? 1098 അങ്ങനെ പിറകോട്ടാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കാം. പോക്സോ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് പോക്സോ ഇ-പോക്സ്. നിലവിൽ വന്നത് 2016 ഓഗസ്റ്റ് 26-നാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് മനേകാ ഗാന്ധി. പോക്സോ കേസ് നടന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവരാരൊക്കെ? രക്ഷിതാക്കൾ, ഡോക്ടർമാർ, ആശുപത്രി ജീവനക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചൈൽഡ് ലൈൻ പ്രവർത്തകർ, സ്കൂൾ അതോറിറ്റി, പൊതുപ്രവർത്തകർ. ഏതൊരു കുട്ടിക്കും സ്വന്തമായി തന്നെ റിപ്പോർട്ട് ചെയ്യാം, പൊതുജനങ്ങൾക്കും. അതായത് ഏതൊരാൾക്കും ഈ കേസ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നർത്ഥം. പോക്സോ കേസിൽ പരാതി നൽകേണ്ടത് ആർക്കാണ്? ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ടോൾ ഫ്രീ നമ്പറായ 1098, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നിവർക്കാണ് പരാതി നൽകേണ്ടത്. അടുത്തത് പറയാൻ പോകുന്നത് ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെ പറ്റിയാണ്. ഒരു കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ കുട്ടിക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചോ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് രേഖപ്പെടുത്തേണ്ടത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥ ഔദ്യോഗിക വേഷം ധരിക്കാൻ പാടില്ല. യാതൊരു സാഹചര്യത്തിലും കുട്ടി പ്രതിയുമായി യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. യാതൊരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്താൻ പാടില്ല.
കുട്ടിയുടെ ഉത്തമ താൽപ്പര്യത്തിനായി സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിലൊഴികെ കുട്ടിയെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള വിവരങ്ങൾ പൊതുമാധ്യമങ്ങളിൽ വരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പോക്സോ ആക്ട് 28-ാം വകുപ്പ് പ്രകാരം ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദ അന്തരീക്ഷത്തിനു മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രത്യേക കോടതിയായി ഒരു സെക്ഷൻ സജ്ജീകരിക്കണമെന്ന് നിയമത്തിൽ അനുശാസിക്കുന്നു. ഇതുപ്രകാരം ജില്ലകളിലെ ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതികളെ കുട്ടികളുടെ പ്രത്യേക കോടതികളായി സംസ്ഥാന സർക്കാർ നാമകരണം ചെയ്തിരിക്കുന്നു. ഇതിനു പുറമെ പോക്സോ കേസുകൾ തീർപ്പാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്ത് അതിവേഗ കോടതികളും സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമാണ്. പോക്സോ നിയമപ്രകാരം സംസ്ഥാനത്ത് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതികളെ സ്പെഷ്യൽ കോടതികളായി നിയമിച്ചിട്ടുണ്ട്. കേസുകളുടെ നടത്തിപ്പിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയമിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കോടതികളെ പോക്സോ നിയമം നടപ്പിലാക്കുന്നതിനു വേണ്ടി സ്പെഷ്യൽ കോടതികളായും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് പറയാൻ പോകുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളും ശിക്ഷാ നടപടികളും. ഓരോ കുറ്റകൃത്യങ്ങൾക്കും എന്ത് ശിക്ഷകളാണ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ വരുന്നതാണ് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം അഥവാ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയും. ഒരു കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം വരുന്നത് വകുപ്പ് 3-ലാണ്. ഈ കുറ്റകൃത്യത്തിന് നേരെയുള്ള ശിക്ഷ പറയുന്ന വകുപ്പാണ് വകുപ്പ് 4-ൽ പറയുന്നത്. 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ തടവ് ആകാവുന്നതും പിഴയും. ഇത് പറയുന്നത് സെക്ഷൻ 4(1)ലാണ്. സെക്ഷൻ 4(2) പ്രകാരം പറയുന്നത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ 20 വർഷം വരെയുള്ള തടവും പിഴയുമാണ് ലഭിക്കുന്നത്. അടുത്തത് അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അഥവാ ഗൗരവകരമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. ഇത് വിശദീകരിക്കുന്നത് വകുപ്പ് 5-ലും 6-ലും ആയിട്ടാണ്. ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം വകുപ്പ് 5. ഇത് സാമൂഹിക, അതായത് സമൂഹത്തിൽ നല്ല വലിയ പ്രൊഫൈലുള്ള ആൾക്കാർ ഒരു ലൈംഗിക കുറ്റത്തിൽ ഏർപ്പെട്ടാലുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഈ സമൂഹത്തിൽ വലിയ പ്രൊഫൈലുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരൊക്കെയെന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥനോ സംരക്ഷണ കേന്ദ്രങ്ങളിലുള്ള ഉദ്യോഗസ്ഥനോ ആശുപത്രി ജീവനക്കാരോ മതസ്ഥാപന ജീവനക്കാരോ ചെയ്താൽ, ഒരു പോലീസ് ഓഫീസറോ സായുധ സേന സുരക്ഷാ സേന അംഗമോ ജയിൽ ഉദ്യോഗസ്ഥനോ ഏറ്റവും അടുത്ത ബന്ധുവോ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ചെയ്താലോ, ഇനിയിപ്പോൾ ആക്രമണത്തിന് ഇരയായത് ഒരു പെൺകുട്ടിയായാൽ ആ പെൺകുട്ടി ഗർഭിണിയാവുകയോ അതുമൂലം മരണപ്പെടുകയോ ചെയ്താലും ഈ വകുപ്പിൽ തന്നെ പെടും. 12 വയസ്സിന് താഴെയുള്ള കുട്ടിക്കെതിരെ ചെയ്താലോ, മാരക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിച്ചാലോ അതു കാരണം കുട്ടിക്ക് ഗുരുതര പരിക്കുകൾ സംഭവിച്ചാലും ശാരീരിക മാനസിക വൈകല്യം സംഭവിച്ചാൽ HIV പോലുള്ള ലൈംഗിക രോഗങ്ങളോ മറ്റു മാരക രോഗങ്ങളോ കുട്ടിയിലേക്ക് പകരാൻ കാരണമായാലും മരണം സംഭവിച്ചാലും ഒക്കെ ഈ വകുപ്പ് 5-ലാണ് പെടുക. കുറ്റത്തിനുള്ള ശിക്ഷയാണ് വകുപ്പ് 6-ൽ പറയുന്നത്. 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്ത തടവും പിഴയും അല്ലെങ്കിൽ വധശിക്ഷ വരെ മാക്സിമം ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്. അടുത്തത് സെക്ഷൽ അസോൾട്ട് അഥവാ ലൈംഗിക ആക്രമണം. ശരീരഭാഗങ്ങളിൽ ടച്ച് ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതാണ് വകുപ്പ് 7-ൽ വരുന്നത്. ഈ വകുപ്പ് 7 പ്രകാരമുള്ള കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷാ നടപടികളാണ് വകുപ്പ് 8-ൽ പറയുന്നത്. 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതും തടവും പുറമെ പിഴ ശിക്ഷയുമാണ് വകുപ്പ് 8-ൽ പറയുന്നത്. വകുപ്പ് 8-ൽ വരുന്ന ശിക്ഷയെക്കുറിച്ച് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. 3 വർഷം മുതൽ 5 വർഷം വരെ. അടുത്തതാണ് അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, ഗൗരവകരമായ ലൈംഗിക ആക്രമണം. ഇത് പറയുന്നത് സെക്ഷൻ 9-ഉം സെക്ഷൻ 10-ലുമാണ്. വകുപ്പ് 9-ലുള്ള കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയാണ് വകുപ്പ് 10-ൽ പറയുന്നത്. 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതും തടവും പിഴ ശിക്ഷയുമാണ് ഇതിന് നൽകുന്ന ശിക്ഷ. അടുത്ത കുറ്റകൃത്യം സെക്ഷൽ ഹറാസ്മെൻറ്റ് അഥവാ ലൈംഗിക പീഡനം, ലൈംഗിക അതിക്രമം എന്നൊക്കെ പറയും. ലൈംഗിക പീഡനത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ് വകുപ്പ് 11. ഇതിൽ ഡിജിറ്റൽ പരമായ, അതായത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പീഡനത്തെയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വകുപ്പ് 11 പ്രകാരമുള്ള കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയാണ് വകുപ്പ് 12-ൽ പറയുന്നത്. 3 വർഷം വരെ തടവും പിഴയും. വകുപ്പ് 13-ൽ പറയുന്നത് അശ്ലീല ചിത്രമെടുക്കൽ, അശ്ലീല സാഹിത്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുക എന്നതാണ്. ഇതിനുള്ള ശിക്ഷ പറയുന്നത് വകുപ്പ് 14(1)ൽ പറയുന്നത് 5 വർഷത്തിൽ കുറയാത്തതും തടവും പിഴയും. വീണ്ടും ശിക്ഷിക്കപ്പെട്ടാൽ 7 വർഷത്തിൽ കുറയാത്തതും തടവും പിഴയുമാണ്. അശ്ലീല ചിത്രമെടുക്കൽ, അശ്ലീല സാഹിത്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുന്ന ആൾ നേരിട്ട് 3-ാം വകുപ്പിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യം ചെയ്യുന്നത് വകുപ്പ് 3, 5, 7, 9 എന്നീ വകുപ്പുകൾക്ക് ചുമത്തുന്ന ശിക്ഷയും പിഴയുമാണ് ലഭിക്കുക.
കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാഹിത്യമോ വസ്തുക്കളോ പ്രചരിപ്പിക്കുകയോ പ്രദർശിപ്പിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്താൽ പറയുന്നതാണ് വകുപ്പ് 15(2)ൽ ബന്ധപ്പെട്ട കുറ്റത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള കൂടിയ ശിക്ഷാ കാലാവധിയുടെ പകുതിയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ്. വാണിജ്യ ആവശ്യത്തിനായി കുട്ടിയുടെ അശ്ലീല സാഹിത്യങ്ങൾ, ചിത്രങ്ങൾ ഉപയോഗിക്കുകയോ കൈവശം വെക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്താൽ വകുപ്പ് 15(3)ൽ പറയുന്നതാണ് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും. കുറ്റം ആവർത്തിച്ചാൽ 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ് ലഭിക്കുന്നത്. വകുപ്പ് 16ൽ പറയുന്നത് കുറ്റം ചെയ്യാനുള്ള ശ്രമത്തെ പറ്റിയാണ്. ഈ നിയമത്തിലെ ഏതെങ്കിലും കുറ്റം ചെയ്യാൻ ഒരാൾ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വഴിവെച്ച് കുറ്റം ചെയ്യാൻ ഇടയാക്കാൻ ശ്രമിക്കുന്നതോ അത്തരം ശ്രമത്തിന്റെ ഭാഗമായി കുറ്റം നടപ്പിലാക്കാനുള്ള ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് ശിക്ഷയുണ്ടാവുന്നതാണ്. വകുപ്പ് 17ൽ പറയുന്നത് പ്രേരണ കുറ്റത്തിനെ പറ്റിയാണ്. ഈ നിയമത്തിലെ കുറ്റകൃത്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ അല്ലെങ്കിൽ കുറ്റം ചെയ്യാൻ സഹകരിക്കുകയോ ചെയ്താലുള്ളതാണ് വകുപ്പ് 17ൽ പറയുന്നത്. വകുപ്പ് 16ലെയും 17ലെയും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയാണ് വകുപ്പ് 18ൽ പറയുന്നത്. കുറ്റകൃത്യ ശ്രമത്തിനും സഹായത്തിനും കുറ്റത്തിന് ലഭിക്കേണ്ട പരമാവധി ശിക്ഷയുടെ പകുതി വരെ തടവും ശിക്ഷയും ലഭിക്കും. കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് വകുപ്പ് 19ൽ പറയുന്നത്. ഏതെങ്കിലും കുട്ടിക്കെതിരെ കുറ്റം നടന്നതായി അറിയുന്നയാളോ അല്ലെങ്കിൽ സംശയിക്കുന്നയാളോ ഉടൻ തന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസിലോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലോ വിവരം അറിയിക്കേണ്ടതാണ്. മാധ്യമം, സ്റ്റുഡിയോ, ഫോട്ടോഗ്രഫി സ്ഥാപനങ്ങളുടെ ബാധ്യതയെ പറ്റിയാണ് വകുപ്പ് 20ൽ പറയുന്നത്. കുട്ടികളുടെ ലൈംഗിക ചൂഷണം സംബന്ധിച്ച വിവരം, ചിത്രം, വീഡിയോ എന്നിവ കണ്ടെത്തുന്ന മാധ്യമങ്ങൾ, സ്റ്റുഡിയോ, ഫോട്ടോഗ്രഫി സ്ഥാപനങ്ങൾ ഉടൻ തന്നെ പോലീസിലോ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ വിവരം അറിയിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാത്തത് പക്ഷം നിയമലംഘനമായി കണക്കാക്കപ്പെടും. റിപ്പോർട്ട് ചെയ്യാത്തതിനുള്ള ശിക്ഷയെ പറ്റിയാണ് വകുപ്പ് 21ൽ പറയുന്നത്. പോക്സോ നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ചെയ്തതായി വിവരം ലഭിച്ചിട്ടും റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ശിക്ഷയും പിഴയും ലഭിക്കും. വ്യാജ വിവരങ്ങളും വ്യാജ പരാതികളെ പറ്റിയാണ് വകുപ്പ് 22ൽ പറയുന്നത്. ആരെങ്കിലും വ്യാജ പരാതി കൊടുക്കുകയോ വ്യാജ വിവരം നൽകുകയോ ചെയ്താൽ 6 മാസം വരെ തടവും പിഴയും ലഭിക്കും. എന്നാൽ വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ശിക്ഷയുണ്ടായിരിക്കുന്നതല്ല. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് വകുപ്പ് 23ൽ പറയുന്നത്. ഒരു കുട്ടിയുടെ പേര്, വിലാസം, ഫോട്ടോ, സ്കൂൾ, കുടുംബവിവരം തുടങ്ങിയവ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ ടിവിയിലോ പത്രത്തിലോ പുറത്തുവിടാൻ പാടുള്ളതല്ല. ട്യൂഷൻ സെന്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തന്റെ സെന്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന്. മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനാണ്. 2012ലെ പോക്സോ നിയമമനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. പോക്സോയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടർ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം 18 വയസ്സിന് താഴെ. ഓപ്ഷൻ സി. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിൽ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് 283 റിപ്പോർട്ട്. ഓപ്ഷൻ എ. പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 22. വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്? ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരുകൽ. ഓപ്ഷൻ സി. പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല.